ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തു, മാക്സ് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ എൻ്റെ സെക്കൻഡറി ചാനലുണ്ട്, സാപ്പിഡിയ മലയാളം 2.0 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. പിന്നെ തിയേറ്റർ റിലീസ് അപ്ഡേറ്റ്, പിന്നെ മൂവി അപ്ഡേറ്റുകൾ എന്നുള്ള അതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാനൽ പിന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. അറകൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 3-ാം തീയതി ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത കഴിഞ്ഞ ദിവസം പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു, ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ആയിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ അത് നിർത്തിയിട്ടുള്ളത് അടുത്തൊരു സീസണ്, അതായത് 3-ാമത്തെ സീസൺ എന്നുള്ള രീതിയിലാണ് നിർത്തിയിട്ടുള്ളത്. 3-ാമത്തെ സീസൺ എന്നുള്ളത് ഫൈനൽ സീസണാണ്. 2025 ലാസ്റ്റോട് കൂടി നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസിൻ്റെ 3-ാമത്തെ സീസൺ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. ഒരുമിച്ചാണ് ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഷറഫുദ്ദീനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയായിരുന്നു തോൽവി FC എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ OTT റിലീസ് ചെയ്തതാണ്. ഇന്ന് ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സൺനെക്സ്റ്റ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തമിഴ് സിനിമയാണ് ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. കെവിൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ മലയാളം, കന്നഡ ഭാഷകളായിട്ട് സൺനെക്സ്റ്റിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റീയൂണിയൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ്, മിസ്സിംഗ് യു എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ലവ് റെഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ജനുവരി മാസം 3-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ലീക്ക്ഡ് പ്രിന്റ് ഇതിന്റെ മുമ്പേ നേരത്തെ തന്നെ വന്നിരുന്നു. ഈ സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം 30-ാം തീയതി ഈ ഒരു സിനിമ OTT നെറ്റ്ഫ്ലിക്സ് വഴി എല്ലാ ഭാഷകളിലും മലയാളം അടക്കമുള്ള ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കടകൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 20-ാം തീയതി വരുമെന്ന് പറഞ്ഞ അവർ പോസ്റ്റർ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അവരത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പിന്നെ ജനുവരി മാസം 3-ാം തീയതി സൺനെക്സ്റ്റ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഹിന്ദി വേഷം, ഈ സിനിമയുടെ ഹിന്ദി വേഷം യൂട്യൂബിൽ നേരത്തെ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നാദിർഷ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. തിയേറ്ററിൽ ഒരു വമ്പം പരാജയം നേരിട്ട സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ Disney+ ഹോട്ട്സ്റ്റാർ ഈ സിനിമയുടെ OTT റൈറ്റ്സ് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. ജനുവരിയിൽ തന്നെ ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. അടുത്ത സിനിമ എന്നുള്ളത് സിജു വിൽസൺ, ലെന, ബാലു വർഗീസ്, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പുഷ്പക വിമാനം എന്ന് പറയുന്ന സിനിമ. ഒരു ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഈ മാസം തന്നെ, അതായത് ജനുവരി മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾ കാണും, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും